ഹലോ, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് രാവിലെ ഞങ്ങൾ കഴിക്കാനായിട്ട് പൂരിയും ദാൽ കറിയാണ് കേട്ടോ. അപ്പോൾ പൂരി ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ മൈദപ്പൊടിയും പിന്നെ കുറച്ച് അരിപ്പൊടിയും കൂടി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പൂരി ഉണ്ടാക്കാനുള്ള പൊടിയെല്ലാം ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഒരിക്കൽ കൂടി എൻ്റെ കിച്ചൺ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഇതേ പൂരിക്കുള്ള മാവ് കുഴച്ച് കഴിഞ്ഞു. വേഗം തന്നെ പൂരി വറുത്തെടുക്കാമെന്ന് വിചാരിച്ച് നോക്കിയപ്പോഴേക്കും വെളിച്ചെണ്ണ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ പിന്നെ ഇനി എന്താണെങ്കിലും കടയിൽ പോയി വെളിച്ചെണ്ണയൊക്കെ വാങ്ങിക്കൊണ്ട് തന്നെ. അപ്പോൾ ഞാൻ കുറച്ച് പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു, അതൊക്കെ തേച്ച് കഴുകി വെച്ചു. പിന്നെ കൗണ്ടർ ടോപ്പിൽ കുറച്ച് പൊടിയൊക്കെ വീണിട്ടുണ്ട് കേട്ടോ. അതും തുടച്ച് കളഞ്ഞതിന് ശേഷം കുടിക്കാനുള്ള വെള്ളവും കൂടി വെച്ച് ചൂടാക്കി വെച്ചിട്ട് ഞാൻ കടയിലേക്ക് പോവാണ്. കടയിൽ പോയി വരാട്ടോ. വെളിച്ചെണ്ണ തീർന്നിരിക്കുന്നു. പിന്നെ വേറെ കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ കടയിൽ പോയിട്ട് കടയിൽ പോയിട്ട് വന്നു കേട്ടോ. അവൻ്റെ ബ്രഷ് പോയിട്ട് വന്നു, അത് വാങ്ങിച്ചു. അപ്പോൾ ഇത് കടയിലേക്ക് പോയി വന്നു കേട്ടോ. 2 ദിവസം മുമ്പ് പറയുന്നത് അവൻ്റെ ബ്രഷ് കേടായി, അത് വാങ്ങണമെന്ന്. ബ്രഷ് വാങ്ങിച്ചു, പിന്നെ കുറച്ച് സാധനങ്ങളെല്ലാം വാങ്ങിച്ചു കേട്ടോ. പിന്നെ ഇത് സന്തൂർ സോപ്പിൻ്റെ കൂടെ ഫ്രീ കിട്ടിയതാണ്. ഇത് ഫാബ്രിക് കണ്ടീഷണറാണ് കേട്ടോ. അപ്പോൾ ഇതേ പൂരി വറുക്കാനുള്ള ഒരുക്കത്തിലാണ്. കുഞ്ഞുവാവ അവിടെ വന്ന് നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ. അവൾ ഈ അടുക്കളയുടെ സൈഡിലുള്ള ആ ഒരു സ്റ്റെപ്പിൻ്റെ അവിടെ വന്ന് നിൽക്കും. അവിടെ മോനിരിക്കുന്നുണ്ട്. അവനെ കൂട്ടിയിരുത്തിയിട്ടാണ് കേട്ടോ ഞാൻ ഈ പണിയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അത് വലിയ ചപ്പാത്തി പരത്തി എടുത്തിട്ട് ഞാൻ കുഞ്ഞ് പൂരിയായിട്ട് വറുത്തെടുക്കാൻ പോവാണ് കേട്ടോ. അങ്ങനെ ഇതേ വെളിച്ചെണ്ണ കവർ പൊട്ടിച്ച് ഒഴിക്കുവാണ്. നേരെ ഒരു കവർ വെളിച്ചെണ്ണ മൊത്തം ഒഴിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ വറുക്കാനൊക്കെ എടുക്കാമല്ലോ. അങ്ങനെ വലിയ ചപ്പാത്തി പരത്തി എടുത്തിട്ട് ഒരു ഗ്ലാസ് വെച്ചിട്ട് കുട്ടി പൂരീസ് ഉണ്ടാക്കിയെടുക്കാൻ പോവാണ്. അപ്പോൾ ആദ്യം പരത്തി റെഡിയാക്കി വന്നപ്പോഴേക്കും അതിൽ നിന്ന് 3 എണ്ണം കിട്ടിട്ടോ. പിന്നെ ഞാൻ കുറച്ചുകൂടി വലുതാക്കി പരത്തിയിട്ട് 4 വീതം പരത്തി റെഡിയാക്കി എടുത്തു. അപ്പോൾ കുറച്ച് വറുത്ത് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് മതിയായിട്ടോ. പിന്നെ ഞാൻ ബാക്കിയുള്ളത് അതേപോലെ തന്നെ വലിയ പൂരിയാക്കി വറുത്തെടുത്തു. പൂരിക്ക് പരിപ്പൂറയാണ് കേട്ടോ. പരിപ്പ് ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ട്, അതൊന്ന് താളിക്കണം. പിന്നെ ചോറ് വറുക്കണം കേട്ടോ. ചോറ് കുക്കറിൽ റെഡി ആയിരിക്കുവാണ്. അപ്പോൾ അത് പൂരിയെല്ലാം വറുത്ത് കഴിഞ്ഞു. ഇനി ഞാൻ ചോറും കൂടി ഒന്ന് വറുക്കട്ടെ കേട്ടോ. അപ്പോൾ കുഞ്ഞു പൂരി കണ്ടപ്പോൾ ഞാൻ ഒരെണ്ണിട്ട് കഴിച്ച് നോക്കി. പിന്നെ ഇതേ ചോറും കൂടി വറുത്തിടുന്നുണ്ട്. പിന്നെ പാത്രങ്ങളെല്ലാം തേച്ച് കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു, അത് അതിൻ്റെ വെള്ളമൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് സ്റ്റാൻഡിലേക്ക് വെക്കണം. പിന്നെ ഉച്ചത്തേക്ക് എന്തെങ്കിലും വേറെ കറി ഉണ്ടാക്കണം കേട്ടോ. അങ്ങനെ പൂരിയും പരിപ്പൂറിയും റെഡി ആയിട്ടുണ്ട്. അപ്പം എൻ്റെ കുറച്ച് പണികളെല്ലാം തീർന്നു കേട്ടോ. അപ്പോൾ ഇത് പൂരിയും പരിപ്പൂറിയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ കട്ടൻ ചായയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. കട്ടൻ ചായയും കൂട്ടി പരിപ്പ് കറി പൂരിയും കഴിക്കാൻ പോവാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടേ ലൈക്ക് ചെയ്യണേ, അതുപോലെ എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്തേക്കണേ. ഓക്കെ, ബൈ ബൈ. Thank you.